നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കൊച്ചി ചെല്ലാനത്ത് ബൈക്കിൽ വന്ന യുവാക്കളെ വലിച്ചു താഴെയിട്ടെന്ന പരാതിക്ക് പിന്നാലെ കേസെടുത്ത പോലീസ് സംഭവത്തിൽ പുതിയ വിശദീകരണവുമായി രംഗത്ത്. പരിക്കേറ്റവരോട് കൂടെ വരാൻ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞതെന്നും അതിനാലാണ് പരിക്കേറ്റ പോലീസുകാരനുമായി SI പോയതെന്നുമാണ് വിശദീകരണം. യുവാക്കൾ പോലീസുകാരനെ ഇടിച്ചിടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. എന്നാൽ പോലീസുകാരൻ കയ്യിൽ പിടിച്ച് വലിച്ചിടുകയായിരുന്നുവെന്നാണ് ബൈക്കിന് പിന്നിലിരുന്ന ആലപ്പുഴ സ്വദേശി രാഹുൽ സാബു ആവർത്തിച്ചു. താനും കൂടിയാണ് പോലീസുകാരനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റിയതെന്നും എന്നിട്ടും മനസാക്ഷിയില്ലാതെയാണ് കൂടെയുണ്ടായിരുന്ന SI പെരുമാറിയതെന്നും രാഹുൽ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി DCP അശ്വതി GG ന്യായീകരിച്ചു. ഓവർ സ്പീഡിൽ ബൈക്ക് വന്നു, എന്തോ പന്തികേട് തോന്നി ഓഫീസർ കൈ കാണിച്ചു. ഓഫീസർ നോക്കുമ്പോൾ ബൈക്ക് ഡ്രൈവറിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവർക്ക് ബോധം പോയിരുന്നു. ചെവിയിൽ കൂടിയും മൂക്കിൽ കൂടിയും രക്തം വരുന്നുണ്ടെന്ന് മനസ്സിലായി. ബൈക്ക് യാത്രികരനും വീണു. അവർക്ക് പക്ഷെ ബോധമുണ്ട്. അവരെഴുന്നേറ്റിരുന്നു. പരിക്ക് പറ്റി അവരോട് കൂടെ വരാൻ പറഞ്ഞു. അത് വേണ്ട, ഞാൻ കൊണ്ടുവന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പോലീസ് പോയത്. ഇങ്ങനെയാണ് DCP മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആലപ്പുഴ കൊമ്മാടി കളരിക്കൽ വീട്ടിൽ അനിൽ രാജേന്ദ്രനും രാഹുലും ഫോർട്ട് കൊച്ചിയിലെത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് തിരികെ വരുന്ന വഴി ഇന്നലെ വെളുപ്പിന് 2 മണിയോടെ ചെല്ലാനത്ത് വെച്ച് കണ്ണമ്മാരി പോലീസ് ബൈക്കിന് കൈകാണിക്കുകയായിരുന്നു. വേഗതയിലായിരുന്ന യുവാക്കളെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. ബൈക്ക് വേഗത്തിൽ വരുന്ന ദൃശ്യത്തിനൊപ്പം ഒരലർച്ചയും പിന്നാലെ ബൈക്ക് മറിയുന്നതിന്റെ ശബ്ദവും കേൾക്കാം. തങ്ങൾ വേഗത്തിലാണ് വന്നതെന്ന് രാഹുൽ തന്നെ സമ്മതിക്കുന്നു. അടുത്ത് വന്നപ്പോഴാണ് പോലീസുകാരൻ കൈ കാണിക്കുന്നത് കാണുന്നത്. വേഗം കുറച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അനിലിന്റെ വലതു കൈയിൽ CPO ബിജുമോൻ കയറി പിടിക്കുകയായിരുന്നു എന്ന് രാഹുൽ പറയുന്നു. ഇതോടെ ബൈക്കുമായി തങ്ങളും ബിജുമോനും വീഴുകയായിരുന്നു. വീണ ശേഷം എഴുന്നേറ്റെത്താൻ സുഹൃത്തിനെ എടുക്കുന്നതിന് മുൻപ് പോലീസുകാരനെയാണ് എടുക്കാൻ ശ്രമിച്ചതെന്ന് രാഹുൽ പറയുന്നു. പിന്നീടാണ് SIയുടെ അതിലെ വന്ന മറ്റൊരാളുടെ സഹായത്തോടെ ബിജുമോനെ ജീപ്പിൽ കയറ്റുകയായിരുന്നു. തന്റെ സുഹൃത്തിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ നീ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ് SI പോവുകയായിരുന്നുവെന്ന് രാഹുൽ ആരോപിക്കുന്നു. പിന്നീട് ധരിച്ചിരുന്ന ടീഷർട്ടും ബെൽറ്റും വെച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടി അതേ ബൈക്കിൽ തന്നെ അനിലിനെ 22 കിലോമീറ്റർ അകലെയുള്ള ചെട്ടിക്കാട് ഗവൺമെന്റ് ആശുപത്രി എത്തിക്കുകയായിരുന്നു. രാഹുൽ അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നെ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.